കേരളീയ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ലോകപ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെ ഒരു പണിപ്പുരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് വീക്ഷിക്കാം. ആദ്യം നമ്മൾ മണ്ണ് പൊടിക്കുന്നത് കണ്ടു. ഇനി ആ പൊടിച്ച മണ്ണ് കൊണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ഇതുകൊണ്ടാണ് ഡിസ്ക് കൊണ്ടാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണോ ഗ്ലാസ് നിർമ്മിക്കുന്നത്? ഗ്ലാസ് നിർമ്മിക്കാനുള്ള മോൾഡാണ്. ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത അറിയാമല്ലോ, ഇത് മെറ്റൽ മിററാണ്. സാധാരണ കണ്ണാടിയിൽ നിന്നും ധാരാളം വ്യത്യസ്തതയുണ്ട് ഈ കണ്ണാടിക്ക്. പ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാതാവും അതിഥി ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ പ്രൊപ്പറേറ്ററുമായ ശ്രീ പി ഗോപകുമാർ നമ്മളോടൊപ്പം ഉണ്ട്. ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഈ കണ്ണാടിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്. നമസ്കാരം, എൻ്റെ പേര് ഗോപകുമാർ. ആറന്മുള കണ്ണാടിയുടെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനായി കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആറന്മുള കണ്ണാടി ഒരു ലോഹനിർമ്മിതമായ കണ്ണാടിയാണ്. ചെമ്പും വെളുത്തിയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ഉരുക്കിയെടുത്ത ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ആദ്യമായി ചെമ്പും വെളുത്തിയവും ഒരു പ്രത്യേക കോമ്പിനേഷനിൽ അതൊരു പ്രൊപ്പോർഷനുണ്ട്. ആ പ്രൊപ്പോർഷനിൽ നമ്മൾ ഉരുക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അലോയിയാണ്. ഇതാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. ആദ്യമായി ഈ രൂപത്തിലുള്ള മോൾഡുകൾ ഉണ്ടാക്കുന്നു. ക്ലേയിൽ തീർത്ത ഡിസ്കുകൾ ആദ്യം നിർമ്മിക്കുന്നു. അതിനുശേഷം അത് നല്ലപോലെ സർഫസ് പോളിഷ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ ഡിസ്കുകൾ ഫേസ് ടു ഫേസ് പൊസിഷനിൽ അഭിമുഖമായി വെച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. വാക്സ് കൊണ്ടാണ് അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ക്രൂസിബിൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നു. എല്ലാ മോഡലിലും ക്രൂസിബിൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിലുള്ള വാക്സ് വെളിയിൽ വരികയും ഇതിനകത്തൊരു ഹോളോ പ്ലേസ് ഫോം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ ഉരുക്കിയ ആ അലോയ് ഇതിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. എത്രമാത്രം വലിപ്പമുണ്ടോ അതിനനുസരിച്ച് ആ അലോയ് ഇതിനകത്ത് ഫില്ല് ചെയ്യുകയും ഈ മൗത്തിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഫിറ്റഡ് ഫർണസ് ഉണ്ട്. ആ ഫിറ്റഡ് ഫർണസിലേക്ക് മോൾഡ് ഈ പൊസിഷനിൽ വയ്ക്കുന്നു. ഇത്രയും ഭാഗം കരിയിട്ട് മൂടുന്നു. അതിനുശേഷം ഇതിന് മുകളിൽ തൊണ്ടിട്ട് മൂടുന്നു. ഇവിടെ ഈ ഭാഗം നല്ലപോലെ പഴുക്കുകയും മെറ്റീരിയൽ ഉരുകുകയും ചെയ്യണം. മെറ്റീരിയൽ ഉരുകിയതിന് ശേഷം മോൾഡ് ടൂളിട്ട് എടുത്തിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുകയാണ്, ഡൗൺ വേ ടു അപ്വേർഡ്സ്. അന്നേരം ആ മെൽറ്റഡ് മെറ്റീരിയൽ ഇതിനുള്ളിലേക്ക് ചെല്ലുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മോൾഡ് ആറിയതിന് ശേഷം അത് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതേമാതിരിയുള്ള മെറ്റൽ ഷീറ്റുകളാണ്. ടിന്നും കോപ്പറും ചേർന്ന കോമ്പിനേഷനിലുണ്ടാക്കിയ ലോഹ ഫലകമാണിത്. ഇത് പലതരത്തിലുള്ള ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്ത് വുഡൻ പാനലിൽ ഒട്ടിക്കുക. അതിനുശേഷം പോളിഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേജസ് വാട്ടർ പേപ്പർ ഉപയോഗിക്കുന്നു. സെക്കൻഡ് പ്രോസസ്സ് ജൂട്ട് ക്ലോത്ത് എന്ന് വെച്ചാൽ ചാക്കിൻ്റെ പുറത്ത് എണ്ണ പുരട്ടി ഉരച്ച് മിനുസപ്പെടുത്തുന്നു. അതിനുശേഷം പലതരത്തിലുള്ള കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നു. ഏറ്റവും അവസാനം വെൽവെറ്റ് ക്ലോത്തിൽ മിനുസപ്പെടുത്തി എടുക്കുമ്പോൾ നമുക്ക് പ്രതിബിംബത്തോടു കൂടിയ ഈ കണ്ണാടിയുടെ രൂപം കിട്ടും. അതിനുശേഷം ഇതിനുള്ളിൽ നിന്ന് ചൂടാക്കി ഇളക്കിയെടുത്തതിന് ശേഷം പലതരത്തിലുള്ള ഫ്രെയിമുകളുണ്ട്. ഫ്രെയിമുകളിൽ ഇൻസെർട്ട് ചെയ്ത് കണ്ണാടി രൂപത്തിൽ ഇത് ശരിക്കും ട്രഡീഷണൽ മോഡൽ, ആറന്മുള കണ്ണാടിയുടെ ട്രഡീഷണൽ മോഡലാണിത്. വാൽ കണ്ണാടി 3 തരത്തിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. ഒന്ന് വാൽ കണ്ണാടി രൂപത്തിൽ, അത് ആ ട്രഡീഷണൽ മോഡൽ. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് മോഡൽ, ബാക്കിൽ സ്റ്റാൻഡ് കൊടുത്ത് അത് ആ രൂപത്തിലാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സൈസ് എന്ന് പറയുന്നത് ഇതേമാതിരിയുള്ള പീഠത്തിൽ ഉറപ്പിച്ച് നിർമ്മിക്കുന്നു. അങ്ങനെ 3 തരത്തിലാണ് ആറന്മുള കണ്ണാടി നിർമ്മാണം. എങ്കിലും അതിൻ്റെ ട്രഡീഷണൽ മോഡൽ, പരമ്പരാഗതമായ മോഡൽ ഇതാണ്, വാൽ കണ്ണാടിയാണ്. ഇതൊരു 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലവിലിരുന്നൊരു ക്രാഫ്റ്റാണ് ഈ മെറ്റൽ മിറേഴ്സ്. അതിനുശേഷം അത് ഏതാണ്ട് 500 വർഷങ്ങളുടെ പാരമ്പര്യമാണ് ആറന്മുളയിൽ ഇതിന് ഉള്ളത്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലവിലിരുന്നതും ഖജുറാഹ് പോലുള്ള
ക്ഷേത്ര കലകളിൽ ഇത് ഉൾപ്പെട്ട ഒരു വാൽക്കണ്ണാടി, പെൺകുട്ടി നോക്കുന്ന വാൽക്കണ്ണാടിയുടെ രൂപത്തിലുള്ള ഒരു സ്റ്റാച്യു ഉണ്ട്. അതുപോലെ തന്നെ ഹാരപ്പ മൊഹൻജദാരോ എക്സ്കവേഷൻസ്, പുരാവസ്തു ഗവേഷണത്തിനകത്ത് മെറ്റൽ മിറേഴ്സ് കണ്ടെടുത്തതായിട്ട് തെളിവുകളുണ്ട്. ആറന്മുള കണ്ണാടി ആറന്മുളയിൽ 500 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇതിന് ഇന്ന് GI രജിസ്ട്രേഷൻ, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തി 7 കുടുംബങ്ങൾക്ക് പേറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു അപൂർവ കരകൗശല വസ്തുവാണ്. എത്ര ദിവസം കൊണ്ടാണ് ഒരു ആറന്മുള കണ്ണാടി പൂർത്തിയാകുന്നത്? ഏറ്റവും ചെറിയ കണ്ണാടി 1 ഇഞ്ച് മുതൽ ആണ് ഉള്ളത്. 1 ഇഞ്ച് കണ്ണാടി മുതൽ ഏതാണ്ട് 22 ഇഞ്ച്, ഏതാണ്ട് 1.5 അടി വലുപ്പമുള്ള കണ്ണാടി വരെ ഇന്ന് നിർമ്മിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ കണ്ണാടി ഒരു ദിവസം മുതൽ ഏതാണ്ട് 6 മാസം വരെ, ഈ പറയുന്ന 1.5 അടി വലിപ്പമുള്ള കണ്ണാടി ഏതാണ്ട് 6 മാസം വരെ ഉള്ള ടൈമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ സാധാരണ കണ്ണാടിയിൽ നോക്കുന്നതിൽ നിന്ന് ഈ ആറന്മുള കണ്ണാടിയെ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത, പ്രത്യേകതകൾ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ആറന്മുള കണ്ണാടി ശരിക്കും മെർക്കുറി കോട്ടൺ മിറർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയപ്പെടുന്നത് ബെൽജിയം ഗ്ലാസ് എന്നാണ്. ബെൽജിയം ഗ്ലാസ് വന്നിട്ട് ഏതാണ്ട് 150 വർഷമേ ആയിട്ടുള്ളൂ. ആ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇമേജ് ചെന്ന് വീഴുന്നത് കണ്ണാടിയുടെ പുറകുവശത്ത് മെർക്കുറി പൂശിയിരിക്കുന്ന ഭാഗത്താണ്. അവിടെ നിന്നും പ്രതിബിംബമായി മുമ്പിലേക്ക് ഇമേജ് വരുമ്പോൾ അതിനകത്ത് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു, വിഭ്രംശനം ഉണ്ടാകുന്നു. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ സർഫസിലാണ് ഇമേജ് വീഴുന്നത്. പ്രതലത്തിൽ ഇമേജ് വീണിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് റിഫ്രാക്ഷൻ ഇല്ലാത്ത ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായ പ്രത്യേകത. താങ്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വിദേശത്ത് ധാരാളം എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ടെന്ന്. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാൽ ഡൽഹി, ബോംബെ, ചെന്നൈ ഇങ്ങനെ വരുന്ന മെട്രോപൊളിറ്റൻ സിറ്റികളിൽ പലയിടത്തും എക്സിബിഷനുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു എക്സിബിഷൻ ബിഗ് 7, ഏഷ്യ ബിഗ് 7 എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ അടുത്ത സമയത്ത് ദുബായ് ഫെസ്റ്റിവൽ, പിന്നീട് കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയിലുള്ള ലോസ് ആഞ്ചൽസ്, ഹോളിവുഡ് എന്നീ സ്ഥലങ്ങളിൽ UNDP-യുടെ നേതൃത്വത്തിൽ നടന്ന ഒരു എക്സിബിഷൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ആറന്മുള കണ്ണാടിയുടെ വില നിശ്ചയിക്കുന്നത് താങ്കളാണല്ലോ. അപ്പോൾ ഏതൊക്കെ റേഞ്ചിലുള്ള ആറന്മുള കണ്ണാടി ഇപ്പോൾ ലഭ്യമാണ്? ആറന്മുള കണ്ണാടിയുടെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ഓരോ സൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ ഏതാണ്ട് 1 ഇഞ്ച് മുതൽ മേലോട്ട് ഏതാണ്ട് ഈ പറഞ്ഞ 1.5 അടി 1.5 ഫീറ്റ് വലിപ്പമുള്ള കണ്ണാടികൾ നമുക്ക് ലഭ്യമാണ്. അത് ആ സൈസ് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ താങ്കളുടെ ഇനി വരുന്ന തലമുറയിൽ ഇത് ഏറ്റെടുക്കാൻ ആളുണ്ടോ? ഇപ്പോൾ ഈ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഇന്ന് നിലനിൽക്കുന്ന വിശ്വകർമ്മജരുടെ ഇടയിലാണ്, വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ. തീർച്ചയായിട്ടും ഈ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിൽ, സ്വർണ്ണപ്പണി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സ്വർണ്ണപ്പണി ഒരു പണിയില്ലാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാരണം സ്വർണ്ണപ്പണി രംഗത്ത് ഇന്ന് വൻകിട വ്യവസായികൾ ഇന്ന് എത്തിയതോടുകൂടി സ്വർണ്ണത്തൊഴിലാളികൾക്ക് ഇന്ന് അതിൻ്റെ പണി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ ഭാവിയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുകയും ഇത് സർവൈവ് ചെയ്യുകയും ചെയ്യുമെന്ന ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇവിടെ മാനുവൽ വർക്കാണ് കൂടുതലുള്ളത്. ഇവിടെ മെഷീനറി വർക്ക്സ് ഒന്നും തന്നെ ഇല്ല. ഇതെങ്ങനെയാണ് ഇത്രയും ആളുകളെ വെച്ച് താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ആറന്മുള കണ്ണാടി പൂർണ്ണമായും ഒരു കരകൗശല വസ്തുവാണ്. ഇതിനകത്ത് നമുക്ക് കണ്ണാടിയുടെ ഭാഗം പൂർണ്ണമായും കൈകൊണ്ടുള്ള വർക്കുകളെ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണതയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം മിഷനറി പ്രോസസ്സ് കണ്ണാടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഫ്രെയിമിൻ്റെ വർക്ക് നമുക്ക് മിഷനറിയിൽ കുറച്ചൊക്കെ ഗ്രൈൻഡിങ്, ബഫിങ് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം കൈകൊണ്ട് മാത്രം നിർമ്മിച്ചാൽ മാത്രമേ ഉപയോഗുള്ളൂ. അതിന് മിഷനറി നമ്മൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ വ്യത്യസ്തമാക്കി ചെയ്യാൻ പോകണം. അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടാകും, കണ്ണാടിയുടെ ഫിനിഷിങ്ങിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഇത് നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പൂർണ്ണമായ കരകൗശല വസ്തുവാണ്. ആ രീതിയിൽ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ഒരു ദിവസം എത്ര കണ്ണാടി വരെ മാക്സിമം ഉണ്ടാക്കാൻ സാധിക്കും? ഇപ്പോൾ കണ്ണാടിയുടെ നിർമ്മാണം മന്ത്ലി ഇതിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഒരു മാസം എങ്ങനെ പോയാലും ഒരു യൂണിറ്റിൽ 1000 മുതൽ 1500 കണ്ണാടി വരെ നിർമ്മിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പേറ്റൻറ്റ് യൂണിറ്റുകൾ 7 എണ്ണമുണ്ട്. ഈ 7 യൂണിറ്റുകളിലായി ഏതാണ്ട്
ഒരു 10,000 കണ്ണാടി വരെ നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട് വർഷാവർഷം, മാസങ്ങളിൽ ഓരോ മാസങ്ങളിൽ നിർമ്മിക്കാൻ സാധിക്കും.